സനോജ് പറയുന്നത് ഈ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയത് സർക്കാരാണ്. അതായത് 1458 പേരെ കണ്ടെത്തിയത് സർക്കാരാണെന്ന്. അതിൻ്റെ പേരിൽ അഭിമാനിക്കാൻ നിങ്ങൾക്ക് ഒരു അല്പം നാണം വേണമെന്ന് ഞാൻ പറയുന്നത്. 2 വർഷം മുമ്പ് CAG റിപ്പോർട്ട് വന്നിട്ട് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു സർക്കാർ 2 വർഷത്തിന് ശേഷം 1458 ഉദ്യോഗസ്ഥരുടെ ആധാർ കാർഡിന്റെ നമ്പർ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ യാദൃശികമായി കണ്ടെത്തിയ ഒരു വിവരത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ ഈ 2 വർഷക്കാലം നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം നടത്താത്തത് എന്നുള്ളതിന് മറുപടി നിങ്ങൾക്ക് പറയണ്ടേ? ഇപ്പോൾ സനോജ് തന്നെ പറയുന്നു പരിശോധനകളെല്ലാം പൂർത്തിയായിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്ന്. ഈ പരിശോധനകൾ മുഴുവൻ പൂർത്തിയായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പരിശോധന നടത്താനുണ്ടത്. ഇത് നിങ്ങൾ ഈ പരിശോധന എന്നുള്ള വാക്ക് മറിച്ചും തിരിച്ചും പറഞ്ഞാൽ ഇതിന് പരിഹാരമാവില്ല. രണ്ടാമത്തത്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് 2 വർഷക്കാലം കാലതാമസം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. സർക്കാരിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അടുത്തത് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം. മാധു, കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി അല്ല, കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ഇഴകീറി പരിശോധിച്ചാൽ ഇങ്ങനെ നിരവധി ആളുകളെ കണ്ടെത്താൻ പറ്റും. അതിലൊരു തർക്കവും വേണ്ട. പ്രാദേശികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഈ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രത്യേക വാർഡ് എടുത്തിട്ട് അവിടെ എന്തോ പ്രശ്നമുണ്ട്, ആ വാർഡിൽ BJPയുടെ കൗൺസിലറാണ് അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന UDF ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണെന്ന് പറഞ്ഞു വെക്കാനും പാടില്ല. ഇതിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. ഇനി ഏതെങ്കിലും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരെ ഇടപെട്ടാൽ പോലും ഉദ്യോഗസ്ഥർ അത് ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ മാറ്റി നിർത്താനുള്ള ശേഷിയുണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് എന്നല്ലേ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രി പറയുന്നത്? ഒരു വില്ലേജ് ഓഫീസിലെ വില്ലേജിലെ അസിസ്റ്റന്റ് കൈക്കൂലി മേടിച്ചാൽ വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തലയിൽ വെച്ച് കെട്ടാതെ ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് നമ്മൾ അംഗീകരിക്കണം. മറ്റൊന്ന്, ഇത് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധിക്കണം. ഇപ്പോൾ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ CPMന്റെ പ്രതിനിധി പറഞ്ഞത് ഇത്തരം അന്വേഷണങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ വീട്ടിലെ AC അഴിച്ച് അടുത്ത വീട്ടിൽ ഒളിച്ചു വെച്ചിട്ട് AC ഇല്ലാന്ന് റിപ്പോർട്ട് കൊടുത്ത് പെൻഷൻ വാങ്ങുന്നൊക്കെയാ. ഇതിൽ പല പ്രശ്നങ്ങളുണ്ടെന്നേ. ഒരു വാർഡിൽ 45 പേരുടെ ലിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ 45 പേരും ഈ വിവരങ്ങൾ മറച്ചു വെച്ചായിരിക്കില്ല പെൻഷൻ വാങ്ങിയിട്ടുള്ളത്. ഈ പെൻഷൻ ഇവർ അപേക്ഷിച്ച് പെൻഷൻ കിട്ടിയതിന് ശേഷമായിരിക്കാം ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ മക്കൾ വിദേശത്ത് പോയി ഒരു കാർ വാങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുന്നത്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് വേണം. ഈ മുഴുവൻ ആളുകളും കള്ളന്മാരാണ്, തട്ടിപ്പുകാരാണ് നമുക്ക് പൊതുവിൽ പറഞ്ഞു വെക്കാൻ പറ്റില്ല. വിവരങ്ങൾ പരിശോധിച്ച് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ തലയിൽ നിന്ന് ഇത് പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഇതിന്റെ മുഴുവൻ പാപഭാരവും വെച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് സംശയിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധിക്കണം. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിലും പരിശോധിച്ചിട്ട് അതിന്റെ ലിസ്റ്റ് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. അപ്പോഴറിയാമല്ലോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളും ഇതിൽ കറപുരണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് മാറ്റി നിർത്തണ്ടേ? കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ. അതിന് പകരം ഇതിനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ നോക്കുന്നത് സർക്കാർ തന്നെയാണ്. ഒരു CAGയുടെ റിപ്പോർട്ട്, CAG അങ്ങനെ ഏതെങ്കിലും ചുമ്മാ ഒരു കണക്കപ്പിള്ളയല്ലോ. CAGയുടെ റിപ്പോർട്ട് 2 വർഷം മുമ്പ് കിട്ടിയിട്ട് അതിന്മേൽ സർക്കാർ സംവിധാനം സകല അന്വേഷണങ്ങളും നടത്താനുള്ള, ശൂന്യാകാശത്ത് വരെ അന്വേഷണം നടത്താൻ ശേഷിയുള്ള ആളുകളുടെ സർക്കാർ സംവിധാനം 2 വർഷത്തിന് ശേഷമാണ് 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെൻഷൻ വാങ്ങിയെന്ന് കണ്ടെത്തിയത്. അപ്പോഴാണ് ആ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ആ മുനിസിപ്പാലിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് പുറത്തു വിടണമെന്നേ. ഇപ്പൊ ആ മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നേരിട്ട് പോയി ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോ നാളെ വരുമെന്ന്, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. ചർച്ചയിൽ ഈ നിമിഷം വരെ നിങ്ങളോട് സംസാരിച്ചതും അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നതിലും ഇത്രയും ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ നേതാക്കന്മാരും സംസാരിക്കുന്നതിൽ നിന്നും CPMന്റെ നേതാക്കന്മാർക്ക് അങ്ങനെയാണ് ബോധ്യപ്പെട്ടതെങ്കിൽ അവരെ തിരുത്താനുള്ള ശേഷി നമുക്ക് ഇനിയില്ല. കാരണം ഈ കേരളത്തിലെ പെൻഷൻ സമ്പ്രദായത്തിൽ മുഴുവൻ തട്ടിപ്പാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമമോ ഒരു വാചകമോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നോ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സനോജ് ഇത് എവിടെന്നാ കണ്ടതെന്ന് എനിക്ക് അറിയാനും പാടില്ല. ചിലപ്പോൾ അവരുടെ പാർട്ടി പത്രത്തിൽ നിന്നൊക്കെ ആയിരിക്കും അത് കാണുന്നത്. അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താ? CAG റിപ്പോർട്ട് 2 വർഷം മുമ്പ് ഇവിടുത്തെ കേരളത്തിലെ പെൻഷൻ സ്കീമിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് വെച്ചപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു സർക്കാർ 2 വർഷത്തിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെൻഷൻ അനധികൃതമായിട്ട് മേടിക്കുന്നു, അർഹതയില്ലാത്ത പെൻഷൻ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ നേട്ടമാണ് ആ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. 2 വർഷക്കാലം CAG റിപ്പോർട്ടിന് ശേഷം
ഇന്ന് 2024 വരെയുള്ള ഈ 2 വർഷക്കാലം ഈ അനധികൃത പെൻഷൻകാർക്ക് അർഹതയില്ലാത്ത പെൻഷൻ വാങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. ഒന്നാമത്തെ കാര്യം. ഇനി പെൻഷനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന സനോജ് 5 മാസത്തെ പെൻഷൻ പെൻഡിംഗ് ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൽ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോട് കൃത്യമായിട്ടുള്ള എതിർപ്പുണ്ട്. അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ CPM നേതാക്കന്മാരോടൊപ്പം ഒന്നിച്ച് ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്യാത്തതിന് ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ടെന്നേ. കേരളത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉള്ള കാലത്ത് വലിയ രീതിയിലുള്ള ധൂർത്ത് നടത്തി, പിൻവാതിൽ നിയമനം നടത്തി, കൊള്ള നടത്തി, ഇവരുടെ നേതാക്കന്മാർ കൊന്നുകളഞ്ഞ ആളുകൾക്കെതിരെ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ കൊടുത്ത് വക്കീൽമാരെ കൊണ്ടു വാദിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധികളോടൊപ്പം പോയി ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവർ എന്തിനു വേണ്ടിയിട്ട് സമ്പത്തിനെയും KV തോമസിനെയും ഒക്കെ സ്പെഷ്യൽ പ്രതിനിധികളായിട്ട് ഡൽഹിയിൽ വെച്ചത്? ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ലൈസൻസ് വർക്ക് നടത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ അങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയമായ മറ്റൊരു പരാജയം കൂടിയാണ് അത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ 46% ആളുകൾക്ക്, ഈ 10-60 ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്നതിൽ 46% ആളുകൾക്ക് ഡയറക്റ്റ് ആണ് പെൻഷൻ കൊടുക്കുന്നത്. അതിൽ മരിച്ച ആളുകൾ വരെ പെൻഷൻ വാങ്ങിക്കുന്നു. കേരളത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CPM-ന് വലിയ രീതിയിലുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളിൽ മരിച്ച ആളുകൾ വോട്ട് ചെയ്യുന്നു. അപ്പൊ പിന്നെ മരിച്ച ആളുകൾ പെൻഷൻ വാങ്ങുന്നതിൽ ആർക്കും കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ സംസാരം. ഇവിടെ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുന്ന ആളും മുഖ്യമന്ത്രിയുടെ മകളാണ്. എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ഇതേവരെ ഇവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ 2 പെൻഷൻ വാങ്ങുന്നതിൽ തെറ്റുണ്ടോ എന്ന് അവർ ചോദിച്ചാൽ അവരോട് മറുപടി പറയാൻ CPM-ന് എന്തെങ്കിലും പറ്റുമോ?